നമസ്കാരം. പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാവും എന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയിരുന്നത്. ആ കണക്കുകൂട്ടലിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ ഒരേ ഒരു നേതാവ് മാത്രമായിരുന്നു തലയെടുപ്പുള്ളത്. അത് സാക്ഷാൽ രമേശ് ചെന്നിത്തലയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും മുഖ്യമന്ത്രി കസേരയ്ക്ക് പരിഗണിക്കപ്പെട്ട നേതാവാണ് രമേശ് ചെന്നിത്തലയെന്ന് ഓർക്കണം. 2016 തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി ചെന്നിത്തലയ്ക്ക് വഴിയൊരുക്കി സ്വയം ഒഴിഞ്ഞുപോയി. ചെന്നിത്തല സ്വാഭാവികമായ പ്രതിപക്ഷ നേതാവായി. 2021 പതിവ് പോലെ UDF ആയിരുന്നു അധികാരത്തിലെത്തിയതെങ്കിൽ ചെന്നിത്തലയാകുമായിരുന്നു മുഖ്യമന്ത്രി. പക്ഷെ നാട്ടിലുണ്ടായ ദുരന്തങ്ങളും CPM-ന്റെ അപ്രതീക്ഷിതമായ തട്ടിപ്പ് രാഷ്ട്രീയവും എല്ലാം അട്ടിമറിച്ചു പിണറായി വിജയൻ തുടർ ഭരണത്തിലെത്തി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അണികളുടെയും ആരാധകരുടെയും വെറുപ്പിന് പാത്രമായതുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞു. ചെറുപ്പക്കാരുടെ പ്രതീക്ഷയായി DCC പ്രസിഡന്റ് പോലും ആയിട്ടില്ലാത്ത, KSവിൽ പോലും ഒരു സ്ഥാനവും അലങ്കരിച്ചിട്ടില്ലാത്ത VD സതീശൻ രംഗപ്രവേശം ചെയ്തു. VD സതീശൻ ആ പദവിയിലെത്തുമ്പോൾ സോണിയാഗാന്ധി ഉറപ്പുകൊടുത്തതാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേതാവ് ചെന്നിത്തല തന്നെയാകുമെന്ന്. എന്നാൽ 5 വർഷം കൊണ്ട് VD കോൺഗ്രസ് പാർട്ടിയെയും കേരളത്തിലെ ജനതയെയും കയ്യിലെടുത്ത് മറ്റൊരു എതിരാളിയുമില്ലാത്ത വിധം മുഖ്യമന്ത്രി കസേരയുടെ അവകാശിയായി. ചെന്നിത്തലയ്ക്കുണ്ടായ വേദനയും നിരാശയും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ആദ്യം പിണങ്ങിപ്പോയെങ്കിലും അത് രാഷ്ട്രീയ പിശകാകുമെന്ന് തിരിച്ചറിഞ്ഞ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലെ രണ്ടാമനായി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഭാഗ്യവച്ചാൽ CPM-ന്റെ ടാർഗറ്റ് VD സതീശൻ മാത്രമായതും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഒരു ഇടപെടലിലേക്കും മുഖ്യമന്ത്രി ശ്രമിക്കാത്തതും രമേശ് ചെന്നിത്തലയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരമൊരുക്കി. ഉമ്മൻചാണ്ടിയുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങിവെച്ച ലഹരി മരുന്ന് വേട്ട തുടരാനായിരുന്നു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ആദ്യം തീരുമാനമെടുത്തത്. അങ്ങനെയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ വെച്ച് ഒരു വീട്ടമ്മ ഹൃദയവേദനയോടെ അന്ന് ചെന്നിത്തലയോട് ചോദിച്ച ചോദ്യത്തിന് അന്ന് തന്നെ ചെന്നിത്തല പറഞ്ഞിരുന്നു, തനിക്കിനി ഒരവസരം കൂടി കിട്ടിയാൽ ആദ്യത്തെ നടപടി ലഹരി വേട്ടയാകുമെന്ന്. 10 വർഷം കേരളത്തെ പിണറായി ഭരിച്ചു മുടിപ്പിക്കുക മാത്രമല്ല, DYFഐക്കാർക്കും SFഐക്കാർക്കും വരുമാന മാർഗമുണ്ടാക്കാൻ വേണ്ടി ലഹരി മാഫിയെ കയറൂരി വിട്ടു. പിണറായി അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ലഹരി മാഫിയ ഗ്രാമങ്ങളിലേക്ക് പോലും പടർന്നു പിടിച്ചു. CPM-ന്റെ തണലിലാണ് സകല മനുഷ്യർക്കിടയിലേക്കും ലഹരി പടർന്നു പിടിച്ചത്. ലഹരി മാഫിയക്കിടയിൽ 12ഉം 14ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും പെട്ടുപോയതോടെ മാതാപിതാക്കൾ കരഞ്ഞു നിലവിളിച്ചു. ഈ മാഫിയയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ഈ നാട്ടിലെ അമ്മമാർ ഒരുപോലെ പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ആദ്യം തന്നെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങി. 10,000-ലധികം പേരെയാണ് ഇതിനോടകം പിടിച്ച് ജയിലിലിട്ടത്. പെരുമ്പാവൂർ പോലൊരു നഗരത്തിൽ പരസ്യമായി ലഹരി വിൽപ്പന നടന്നിരുന്നു എന്നോർക്കണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ തമ്പടിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഹരി ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവരുടെ മാർക്കറ്റാക്കി അതിനെ മാറ്റി. പരസ്യമായ മദ്യപാനവും ലഹരി വിൽപ്പനയും, എന്തിനേറെ സ്ത്രീകളെ വിലപേശി വിൽക്കുന്നത് പോലും പെരുമ്പാവൂര് പതിവായി. അതിനെതിരിടാൻ നാട്ടുകാർ രംഗത്തെത്തിയിട്ടും ലഹരി മാഫിയയോ പോലീസോ സമ്മതിച്ചില്ല. പോലീസിന് വാസ്തവത്തിൽ ഈ മാഫിയെ പേടിയായിരുന്നു. ചെന്നിത്തല നെഞ്ചു വിരിച്ച് രംഗത്തിറങ്ങിയതോടെ പെരുമ്പാവൂർ പോലും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ലഹരി മാഫിയയുടെ അടിവേര് തന്നെ മാന്തി ഓപ്പറേഷൻ തൂഫാൻ അവസാനിപ്പിക്കാതെ രമേശ് ചെന്നിത്തല മുമ്പോട്ട് പോകുന്നു. ലഹരി മാഫിയെ തകർക്കുമ്പോൾ അതിൻ്റെ തുടർ ചലനം ആദ്യം എത്തുന്നത് ഗുണ്ടാ സംഘങ്ങളിലാണ്. കാരണം നാടുനീളെയുള്ള ഗുണ്ടാ സംഘങ്ങളാണ് ലഹരി കച്ചവടത്തിൻ്റെ പ്രധാനപ്പെട്ട സംരക്ഷകർ. ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ ഗുണ്ടാ സംഘങ്ങളെ വിറപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിലെ ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമായ CPM-ന്റെ തണലിൽ സ്വർണ്ണക്കടത്തും സ്വർണം പിടിച്ചുപറിയുമൊക്കെ ശീലമാക്കിയ, CPM-കാരെ തൊട്ടാൽ അപ്പോൾ ചോര തിളച്ച് രംഗത്തെത്തുമെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള അർജുൻ ആയങ്കി രംഗത്ത് വരുന്നത്. ഏതു ഗുണ്ടയും ചെയ്യാത്ത വിധത്തിൽ പോലീസിൻ്റെ പേരെടുത്ത് പറഞ്ഞ് തീർത്തുകളയും എന്ന് ഭീഷണിപ്പെടുത്തി ആയങ്കി രംഗത്ത് വരുന്നു. 1 അല്ല 2 പോലീസ് ഇൻസ്പെക്ടർമാരെ തീർത്തുകളയുമെന്നാണ് ആയങ്കിയുടെ ഭീഷണി. സോഷ്യൽ മീഡിയയെ അതിൻ്റെ ഉപകരണമായി ഉപയോഗിച്ച് ആയങ്കി പോരടിക്കാൻ ഇറങ്ങിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് പോലീസാണ്. ആയങ്കിയെ പൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസിനെ, ഗുണ്ടകളെയോ ലഹരി മാഫിയോ തൊടാൻ കഴിയില്ല. ചെന്നിത്തലയ്ക്ക് കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടി. പ്രത്യേകിച്ച് പോലീസ് ഇൻസ്പെക്ടർക്ക് നേരിട്ട് നീ എന്നെ പിടിക്കുമെങ്കിൽ പിടിക്കട എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കി സന്ദേശം അയച്ചപ്പോൾ, ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും, നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിനു മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. അവിടെയും നിർത്തിയില്ല ആയെങ്കിൽ തൻ്റെ പ്രകടനം.
സാക്ഷാൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ ആയങ്കി വെല്ലുവിളിച്ചു. ഇത് പോലീസിന് മാത്രമല്ല സർക്കാരിനും വെല്ലുവിളിയും തലവേദനയുമായി. അതുകൊണ്ടാണ് ഇനി കാണാൻ പോകുന്നത് എന്താണ് എന്ന് കണ്ടറിഞ്ഞോളൂ എന്ന് ചെന്നിത്തല പറഞ്ഞത്. ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്നാൽ ധൈര്യം കൊണ്ട് എന്നെ പിടിച്ചോളാൻ പറയുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി, ഇനി എന്താ വരാൻ പോകുന്നത്. ഇത് വെറും ഒരു വീരവാദമായിരുന്നില്ല. കേവലം ഒരു ഗുണ്ടയെ അടിച്ചമർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ താൻ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ച് പോലീസിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു ചെന്നിത്തല. പോലീസിനെ വെട്ടിക്കാൻ വേണ്ടി VPN സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റ് ഇട്ടുകൊണ്ട് അതീവ സുരക്ഷിതമെന്ന് കരുതിയ രഹസ്യത്താവളത്തിൽ കഴിയുന്നു ആയങ്കി. പക്ഷേ നാടകീയമായ ഓപ്പറേഷനിലൂടെ ആയങ്കിയെ കീഴ്പ്പെടുത്തുന്നു. അങ്ങനെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ സമാന്തരമായി തന്നെ ഓപ്പറേഷൻ ഗ്രിപ്പ് ആരംഭിക്കുന്നത്. ഇടത് സർക്കാരിന്റെ അവസാന കാലത്ത് ആരംഭിച്ചതാണ് ഓപ്പറേഷൻ ഗ്രിപ്പ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തിപ്പെട്ട ഗുണ്ടകളെ ഒതുക്കാൻ വേണ്ടിയായിരുന്നു ഈ ഗ്രിപ്പിന് തുടക്കമിട്ടത്. എന്നാൽ ഗുണ്ടകൾ CPMന് തണലിലായതുകൊണ്ട് പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഗുണ്ടകളെ ഒതുക്കാൻ പറഞ്ഞവർ തന്നെ ഗുണ്ടകൾക്ക് സംരക്ഷണം ഒരുക്കിയതോടെ അത് നിശ്ചലമായി പോയി. എന്നാൽ രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ പറയുന്നു, ഓപ്പറേഷൻ ഗ്രിപ്പ് കൂടി സമാന്തരമായി ശക്തിപ്പെടുത്തിയാലേ കാര്യങ്ങൾ നടക്കൂ. അങ്ങനെ ഓപ്പറേഷൻ ഗ്രിപ്പ് അതിശക്തമായി നടപ്പിലാക്കാൻ തീരുമാനം എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഗുണ്ടാ സംഘങ്ങൾക്ക് വിറളി പിടിക്കുന്നതും ആയങ്കി രംഗത്തിറങ്ങുന്നതും. ഇതോടുകൂടി ചെന്നിത്തല ഉത്തരവിട്ടു, ഈ ഓപ്പറേഷൻ ഗ്രിപ്പ് ശക്തിപ്പെടുത്താൻ ആദ്യം പിടികൂടേണ്ടത് ആയങ്കിയാണ്. ആയങ്കിയെ പിടികൂടിയില്ലെങ്കിൽ ഗുണ്ടകൾ വിളഞ്ഞാടും. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ ആയങ്കിയെ എന്ത് വില കൊടുത്തും പിടിക്കുക. ഇതിൻ്റെ ഭാഗമായി പറഞ്ഞതാണ് ആവശ്യമെങ്കിൽ വെടിവെച്ചാലും കുഴപ്പമില്ലെന്ന്. അത് പിന്നീട് നിഷേധിക്കേണ്ടി വന്നത് ആയങ്കി അത് മുതലെടുക്കാൻ രംഗത്തിറങ്ങുകയും അനുകൂലമായ ഒരു തരംഗമുണ്ടാവുന്നു എന്ന സൂചന വരികയും ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് നിഷേധിച്ചെങ്കിലും അടിയന്തര സാഹചര്യമാണെങ്കിൽ വെടിവെച്ചോളൂ എന്നുപോലും ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോഴാണ്. ചെന്നിത്തല വിചാരിച്ചതുപോലെ തന്നെ ആയങ്കിയെ ഞൊടിയിടയിൽ പിടികൂടി. ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ പാളിപ്പോയി. പോലീസിന് മുമ്പിൽ മുട്ടുവിറച്ച് കൈവിലങ്ങണിഞ്ഞ് ആയങ്കിക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു. ഇത് സകല ഗുണ്ടകൾക്കുമുള്ള ഒരു സൂചനയാണ് എന്ന് ചെന്നിത്തല പറയുന്നു. കേരളം ഗുണ്ടകളുടെ പർദീസയല്ല. സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്. കുറേ ആളുകൾ ഇറങ്ങി മനഃപൂർവ്വമായി കുഴപ്പമുണ്ടാക്കാൻ നോക്കുകയാണ്. അവരാരായാലും ശരി. ഇപ്പോൾ അവരുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന് തെളിഞ്ഞല്ലോ. 2-3 ദിവസമായിട്ട് എന്തോ ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഇതൊന്നും ആരും നിയമത്തിന് അതീതരല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും ഈ സംസ്ഥാനത്ത് അനുവദിക്കുന്ന പ്രശ്നമില്ല. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് രംഗത്തിറങ്ങിയ ആയങ്കിയെ നിഷ്പ്രയാസം പിടികൂടിയതോടെ ഗുണ്ടകൾ പതിയെ മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞു. പക്ഷേ പോലീസ് സ്റ്റേഷനുകൾക്ക് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. റൗഡി ലിസ്റ്റും ഗുണ്ടാ ലിസ്റ്റും പരിശോധിക്കുക. ഇപ്പോഴും സജീവമായുള്ളവരെയൊക്കെ കൈയോടെ പിടികൂടുക. ഒരുത്തനെയും വെറുതെ വയ്ക്കണ്ട. ആവശ്യമെങ്കിൽ അവരെയൊക്കെ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കുക. ആഭ്യന്തരമന്ത്രി കൃത്യമായ സന്ദേശം നൽകിക്കഴിഞ്ഞു. ഗുണ്ടകളെയും ലഹരി മാഫിയയും ഒതുക്കിയാൽ മാത്രമേ കേരളത്തിലെ ക്രമസമാധാനം പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് രമേശ് ചെന്നിത്തലയ്ക്കറിയാം. ഈ 2 സംഭവങ്ങളോടെ രമേശ് ചെന്നിത്തല സൂപ്പർ ഹീറോയായി. പഴയൊരു ചെന്നിത്തല ഉണ്ടായിരുന്നു. ഏവർക്കും ആവേശം നൽകുന്ന അത്യുഗ്രൻ നേതാവേ എന്ന പ്രതിച്ഛായുള്ള ചെന്നിത്തല. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ചെന്നിത്തലയുടെ തിളക്കം പതിയെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ തിളക്കമാണ് ആഭ്യന്തരമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് ചെന്നിത്തല തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഈ ആവേശം കോൺഗ്രസ് അണികൾക്കൊക്കെ ഉണ്ട്. ആവേശത്തോടെ ചെന്നിത്തലയെ വാഴ്ത്തിപ്പാടുകയാണ് സോഷ്യൽ മീഡിയ. നേരം വെളുത്തെണീറ്റ ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തല, രമേശ് ചെന്നിത്തല. എന്നിട്ട് പോലീസിനെയും ചെന്നിത്തലയും ആയങ്കി വെല്ലുവിളിച്ചതും ചെന്നിത്തല അതിന് മറുപടി പറഞ്ഞതും ഒടുവിൽ അറസ്റ്റ് ചെയ്തതുമായി വീഡിയോകൾ സംയോജിപ്പിച്ചാണ് രാഹുൽ ഈ മധുര വാർത്ത പങ്കുവച്ചത്. ഇങ്ങനെ ചെന്നിത്തലയുടെ പേര് പറഞ്ഞുകൊണ്ട് ആവേശം കൊള്ളുന്ന കോൺഗ്രസ് അണികളുടെ എണ്ണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ്.